കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ 2025 സവിശേഷമായ സ്ഥാനമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പും അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ശ്രദ്ധേയമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ മുന്നണികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി മാറി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ പരിശോധിക്കാനുള്ള വേദിയായി. സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട പല കോട്ടകളും UDF തിരിച്ചുപിടിച്ചു. 4 കോർപ്പറേഷനുകളും 54 മുനിസിപ്പാലിറ്റികളും 5 ജില്ലാ പഞ്ചായത്തുകളും 79 ബ്ലോക്ക് പഞ്ചായത്തുകളും 505 ഗ്രാമപഞ്ചായത്തുകളും UDF നേടി. മുസ്ലിം ലീഗിന്റെ സംഘടനാശക്തിയും കോൺഗ്രസിലെ ഐക്യവും ചില നഗരസഭകളിലും പഞ്ചായത്തുകളിലും UDFന് മുൻതൂക്കം നൽകി. ഭരണ തുടർച്ചയുടെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ LDFന് ശക്തമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനം ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോദിച്ചു. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. കേരള രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ കേന്ദ്രമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ ഇടതുമുന്നണിയുമായി അകന്ന് MLA സ്ഥാനം രാജിവെച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നിലമ്പൂരിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാക്കി. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, CMന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടില് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളും നിലപാടുകളും വലിയ രാഷ്ട്രീയ ചർച്ചയായി. എന്നാൽ ചിട്ടയായ പ്രചാരണത്തിലൂടെ UDFന്റെ ആര്യടൻ ഷൌക്കത്ത് വൻ വിജയം നേടി. ഭരണത്തിലെത്തിയ ശേഷം നടന്ന ചേലക്കര ഒഴികെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നിലും LDFന് വിജയിക്കാനായില്ല. കേരളത്തിലെ വോട്ടർമാർ കൂടുതൽ ബോധവാന്മാരും വിമർശനാത്മകമായി ചിന്തിക്കുന്നവരുമായി മാറിയിരിക്കുന്നുവെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ആർക്കും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടെന്നും നിലമ്പൂരും തദ്ദേശ തെരഞ്ഞെടുപ്പും തെളിയിച്ചു.